ഓക്കെ, കേട്ടറ്റ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം വരുന്ന ഒരു വിഷയമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. നമുക്ക് 30 മാർക്കിന് സൈക്കോളജി വരും. അതല്ലാതെ തന്നെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കുന്ന പല ടോപ്പിക്കുകളും മറ്റു വിഷയങ്ങളിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. സാധാരണ നമ്മുടെ സൈക്കോളജി പഠിക്കുന്ന പല പഠന സിദ്ധാന്തങ്ങള്, തിയറികള്, അതേപോലെ തന്നെ വിലയിരുത്തല്, അതേപോലെ പ്രത്യേകം പരിഗണന അറിയിക്കുന്ന വിഭാഗം, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചു വെക്കും. അപ്പൊ ഈ ഒരു ടോപ്പിക്കൊക്കെ നമ്മൾ സൈക്കോളജിയിലും വരും, മറ്റു വിഷയങ്ങളിൽ മലയാളവും മാത്സും EVS മറ്റു വിഷയങ്ങളിലും എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. കേട്ടറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ മറ്റു വിഷയങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം, കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു വെക്കേണ്ടതും സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ. ഇപ്പൊ സൈക്കോളജിയിൽ നമ്മൾ പ്രധാനമായിട്ട് 3 മേഖല തിരിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. 3 മേഖല എന്ന് പറയുന്നത്, ഒന്ന് പഠനത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പഠനവുമായി ബന്ധപ്പെട്ട കുറെ തിയറികൾ, അതേപോലെ തന്നെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങള്, ഇത്തരത്തിൽ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആശയങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് വികാസം, വിവിധ മേഖലകളിൽ വരുന്ന വൈജ്ഞാനികം, വൈകാരികം, സാമൂഹികം, ഇത്തരത്തിൽ പല മേഖല, വ്യത്യസ്തമായ മേഖലകളിൽ വരുന്ന വികാസങ്ങളെ കുറിച്ച് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ വ്യക്തിത്വം, ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ കുറിച്ചും സാധാരണ എന്ത് ചെയ്യാറുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ പഠനം, വികാസം, വ്യക്തിത്വം, ഇങ്ങനെ 3 മേഖല തിരിച്ചിട്ട് പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, സൈക്കോളജിയില് പഠിക്കണം. അതിൽ ഒന്നാമത്തെ മേഖലയായിട്ടുള്ള പഠനത്തെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. പഠനം എന്ന് പറയുന്ന, പഠനത്തെ കുറിച്ച് വരുന്ന സിദ്ധാന്തങ്ങളെ, തിയറികളെ കുറിച്ചാണ് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഓക്കെ ആണല്ലോ. ഇപ്പൊ പഠന സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ പഠന തിയറികൾ എന്ന് പറയുന്നത്, അതായത് നമ്മൾ പല ആശയങ്ങളെയും പല തിയറികളെയും ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോകുന്നത്. പല മനഃശാസ്ത്രജ്ഞരും അവതരിപ്പിച്ചിട്ടുള്ള പല ആശയങ്ങളും ഉണ്ട്. ഇങ്ങനെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഈ രീതിയിൽ പഠിപ്പിക്കണം. ഇത്തരത്തിൽ പല മനഃശാസ്ത്രജ്ഞരും മുന്നോട്ട് വെച്ചിട്ടുള്ള പല ആശയങ്ങളെയും, വ്യത്യസ്തമായ ആശയങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആശയങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് ഇത്, പഠന സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത്, പഠന തിയറികൾ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ പഠന സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ 3 സിദ്ധാന്തങ്ങൾ പഠിച്ചു വെക്കണം. 3 സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് വ്യവഹാരവാദം, ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ, വ്യവഹാരവാദം. ഓക്കെ, ഒരു തിയറി എന്ന് പറയുന്നത് വ്യവഹാരവാദമാണ്. മറ്റൊരു തിയറി എന്ന് പറയുന്നത് സമഗ്രതാവാദം. സമഗ്രതാവാദം, മറ്റൊന്ന് ജ്ഞാന നിർമ്മിതിവാദം. ഓക്കെ, ജ്ഞാന നിർമ്മിതിവാദം. ഇങ്ങനെ 3 തിയറി, വ്യവഹാരവാദം, സമഗ്രതാവാദം, ജ്ഞാന നിർമ്മിതിവാദം, ഇങ്ങനെ 3 തിയറിയെ ബേസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ 3 തിയറികളാണ് പ്രധാനമായിട്ടും എന്തുമായി ബന്ധപ്പെട്ട് വരുന്നത്, പഠനവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഈ 3 തിയറി പഠിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് അവിടെ നിന്നും എന്ത് ചെയ്യും, സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, വ്യവഹാരവാദം, സമഗ്രതാവാദം, ജ്ഞാന നിർമ്മിതിവാദം, ഈ 3 തിയറികൾ എന്താ എന്നുള്ളതും, ഈ 3 തിയറിയുമായി ബന്ധപ്പെട്ട് വിവിധ മനഃശാസ്ത്രജ്ഞർ എന്ത് ചെയ്യുന്നുണ്ട്, വിവിധ ആശയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ആ ആശയങ്ങൾ എന്തൊക്കെയാ, എന്തെല്ലാം കാര്യങ്ങളാണ് അവർ പറയുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ 3 തിയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഒന്നാമത്തെ തിയറി ആയിട്ടുള്ള വ്യവഹാരവാദത്തെ കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഫസ്റ്റ് ഇന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണ്, പഠന സിദ്ധാന്തമാണ്. പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം എന്ന് പറയുന്ന ഒരു തിയറിയാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കുവാനുള്ളത്. അപ്പോൾ നമ്മൾ കേട്ടറ്റ് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് സൈക്കോളജി പഠിക്കുമ്പോൾ, ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകണം, ഒരു സ്ട്രക്ചർ വെച്ചിട്ട് പോകണം. എന്താണ് പഠിക്കുന്നത്, അതിൽ ആരൊക്കെ വരുന്നു, ഒരു തിയറി പഠിക്കുമ്പോൾ ആ തിയറിയുടെ ഭാഗമായിട്ട് ആരൊക്കെ വരുന്നു, അവരെന്തൊക്കെ ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് അടുത്ത തിയറി പഠിക്കുക, പിന്നെ മറ്റൊരു തിയറി, ഇങ്ങനെ കൃത്യമായിട്ട് ഓരോ വ്യക്തികൾ എവിടെയാണ് വരുന്നത്. ഓക്കെ, ഒരുപാട് ആളുകളെ കുറിച്ച് പഠിക്കണം. സ്കിന്നർ, പിയാഷെ, വൈഗോട്സ്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകളും അവരുടെ ആശയങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഇവരൊക്കെ എവിടെ വരുന്നു, എന്താശയമാണ് ഇവർ അവതരിപ്പിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇപ്പൊ നമ്മൾ പോകുന്നത് എങ്ങനെയാണ്, ആദ്യം പഠന സിദ്ധാന്തങ്ങൾ പഠിക്കും. പഠന സിദ്ധാന്തങ്ങൾ 3 പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന് വ്യവഹാരവാദം, സമഗ്രതാവാദം, ജ്ഞാന നിർമ്മിതിവാദം. അതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം എന്ന് പറയും.
ഓക്കെ, വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം എന്ന് പറയും. ഇത് മുമ്പ് പറഞ്ഞിരുന്നത് ഈ ഒരു തിയറി അറിയപ്പെട്ടിരുന്നത് ചേഷ്ടവാദം എന്നായിരുന്നു. മലയാളത്തിൽ ഇതെന്താ പറഞ്ഞിരുന്നത്? ചേഷ്ടവാദം എന്നായിരുന്നു. അപ്പൊ നിങ്ങൾ ചില വേർഡുകള്, ചില പദങ്ങൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷിൽ പഠിച്ചു വെക്കണം. നമുക്ക് സാധാരണ കേട്ടിട്ട് പരീക്ഷയ്ക്ക് ഒരു സൈഡിൽ മലയാളത്തിലും മറ്റൊരു സൈഡിൽ എന്തുണ്ടാവാറുണ്ട്? ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷെ ചില മലയാള പദങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, അതിന് പകരം വേറെ ഏതെങ്കിലുമൊക്കെ പദങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ വ്യവഹാരവാദം എന്നൊക്കെ പഠിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോവും. പക്ഷെ വ്യവഹാരവാദം എന്ന് പറയുന്ന ആ ടേമിന് എന്ത് ചെയ്യില്ല, അവര് അവിടെ ഉപയോഗിക്കില്ല. അതിന് പകരം മറ്റേതെങ്കിലും ടേമുകൾ അല്ലെങ്കിൽ ചേഷ്ടവാദം, അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യും, പദങ്ങള് അവിടെ വരും. അപ്പൊ അത്തരത്തിലുള്ള ഒരു പദം വരുന്ന സാഹചര്യത്തിൽ, ഓക്കെ, അത്തരത്തിലൊരു പദം വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ആ ഒരു പദം നമ്മൾ കുറെ അത് നമ്മൾ പഠിച്ചത് എന്ത് ചെയ്യും? നഷ്ടപ്പെടും. ഇപ്പൊ വ്യവഹാരവാദം പഠിച്ചു വെച്ച ഒരാൾ ചേഷ്ടവാദം എന്ന് പറയുന്നതും വ്യവഹാരവാദമാണ് എന്ന് അറിഞ്ഞില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ആ ഒരു സ്കോർ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ചില അത്തരത്തിൽ വരുന്ന ചില കാര്യങ്ങൾക്ക് ഞാൻ എന്ത് പറയും? ഇംഗ്ലീഷ് പദം പഠിച്ചു വെക്കണം. അപ്പോ അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായി ഇംഗ്ലീഷ് ടേം പഠിച്ചു വെക്കണം. ഇപ്പൊ ബിഹേവിയറിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വ്യവഹാരവാദം എന്ന് പറയുന്നതാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. എന്താണ് ബിഹേവിയറിസം അല്ലെങ്കിൽ വ്യവഹാരവാദം എന്നോട് ഉദ്ദേശിക്കുന്നത്? ഓരോ ജീവിയുടെയും പെരുമാറ്റം, അത് ഏത് ജീവിയാണെങ്കിലും അതിന്റെ പെരുമാറ്റവും മാനസിക പ്രവർത്തനങ്ങളും ചില ചോദകങ്ങളോടുള്ള ചില സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ചോദകം ഉണ്ടാകുമ്പോൾ അതിനോട് എന്ത് ചെയ്യണം? പ്രതികരണമാണ്, റെസ്പോൺസ് ആണ് എന്ന് വാദിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? പഠനം നടക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരു വ്യക്തിയിൽ എന്ത് ചെയ്യുന്നത്? പെരുമാറ്റം നടക്കുന്നത് എന്ന് പറയുന്ന ഒരു തിയറിയാണ് ഇത് ബിഹേവിയറിസം എന്ന് പറയുന്നത്. അതായത് ഒന്നുമില്ല, ചോദകം, ഒരു ചോദകം ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ചോദക പ്രതികരണ ബന്ധത്തെ കുറിച്ച് പ്രസ്താവിക്കുന്ന തിയറി ഏത്? നമ്മൾ പഠിക്കുന്ന വ്യവഹാരവാദം, സമഗ്രതാവാദം, ജ്ഞാനനിർമ്മിതിവാദത്തിൽ ചോദകം പ്രതികരണം എന്ന് പറയുന്ന ഈ പദം എവിടെയുള്ളൂ? വ്യവഹാരവാദത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. അപ്പൊ ചോദകം ഉണ്ടാകുമ്പോൾ, ഒരു സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ അതിനോട് എന്ത് ചെയ്യുന്നു? ഒരു പ്രതികരണം, ഒരു റെസ്പോൺസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത്? പഠനം നടക്കുന്നത് എന്ന് പറയുന്ന ഒരു തിയറിയാണ് ഇത് വ്യവഹാരവാദം എന്ന് പറയുന്നത്. ഇനി ചോദകം എന്താണ്, പ്രതികരണം എന്താന്നുള്ളത് നോക്കുക. ഒന്നുമില്ല, നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകത്തെയാണ് എന്ത് പറയുന്നത്? ചോദകം അല്ലെങ്കിൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കുട്ടിയെ നിങ്ങൾ എന്ത് ചെയ്യണം? അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. ഒരു കുട്ടി ഇങ്ങനെ കൈ നീട്ടി നിൽക്കുകയാണ്. അപ്പൊ അവൻ അടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ കുട്ടി എന്ത് ചെയ്തു? വലിച്ചു, കൈ വലിച്ചു. ഓക്കെ, കുട്ടിയെ നിങ്ങൾ അടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തയ്യാറെടുക്കുന്ന നിമിഷത്തിൽ എന്ത് ചെയ്യണ? കുട്ടി കൈ വലിക്കാണ്. അപ്പൊ ഈ കുട്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായ ഒരു പ്രതികരണം അല്ലെങ്കിൽ റെസ്പോൺസ് ആണ് എന്ത്? കൈ വലിക്കുക എന്നുള്ളത്. ഓക്കെ ആണല്ലോ. ഈ കൈ വലിക്കാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ള ആ ഒരു ഘടകത്തെയാണ് എന്ത് പറയുന്നത്? ചോദകം അല്ലെങ്കിൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ആ കൈ വലിക്കാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ള ഘടകം എന്താണ്? എന്തുകൊണ്ടാണ് കുട്ടി ആ കൈ വലിക്കാൻ കാരണമായത്? കുട്ടി കൈ വലിക്കാൻ കാരണമായത് എന്താണ്? അധ്യാപകൻ അടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുക, അധ്യാപകന്റെ അടി. ഓക്കെ, അപ്പൊ അധ്യാപകൻ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു എന്നുള്ള ആ ഒരു ഘടകം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു കാരണം കൊണ്ടാണ് കുട്ടി കൈ വലിച്ചത്. അപ്പൊ കുട്ടിയെ കൈ വലിക്കാൻ കാരണമായിട്ടുള്ള ആ ഒരു ഘടകത്തെയാണെന്ന് പറയുന്നത് ചോദകം എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന, അതിന് കാരണമാകുന്ന ഘടകത്തെ ചോദകം എന്നും, അതിന്റെ ഭാഗമായിട്ട് അത്തരത്തിലൊരു ചോദകം ഉണ്ടാകുമ്പോൾ അതിനോടുണ്ടാകുന്ന റെസ്പോൺസ്, പ്രതികരണത്തെ എന്ത് പറയുന്നു? പ്രതികരണം അല്ലെങ്കിൽ റെസ്പോൺസ് എന്ന് പറയുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പല കാര്യങ്ങളും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഒരുപാട് സ്റ്റിമുലസ്, ഒരുപാട് റെസ്പോൺസ്, എന്താണ് സ്റ്റിമുലസ്, എന്താണ് റെസ്പോൺസ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ഒരു സ്റ്റിമുലസ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ നമ്മൾ മാനസിക പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്നത്, മനസ്സിൽ പല കാര്യങ്ങളും വരുന്നത്, പെരുമാറ്റം ഒക്കെ എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു റെസ്പോൺസ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? മാനസിക പ്രതികരണങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത് എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ചോദകം, അതിനോടൊരു പ്രതികരണം, ഈ രീതിയിൽ എന്ത് നടക്കേണ്ടത്? പഠനം നടക്കേണ്ടത് എന്ന് പ്രസ്താവിക്കുന്ന ഒരു പഠന സിദ്ധാന്തമാണ് ഏത്? വ്യവഹാരവാദം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് മനസ്സിലാക്കിയാൽ മതി? ഒരു ചോദകം, പ്രതികരണം, ഈ രണ്ട് ടേം
ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയറിയാണ് ഏത്? വ്യവഹാരവാദം എന്ന് പറയുന്നത്. അതെന്നെ ചോദിക്കും. ഓക്കെ, ചോദക പ്രതികരണ ബന്ധത്തെ ഊന്നിക്കൊണ്ട് പഠന സിദ്ധാന്തം അവതരിപ്പിച്ചത്, അതിലെ ചോദക പ്രതികരണവുമായി ബന്ധപ്പെട്ട പഠന സിദ്ധാന്തം ഏത്, അങ്ങനെ ചോദിക്കാറുള്ളൂ. അല്ല എന്താ ചോദകം എന്താ പ്രതികരണം എന്നുള്ളതൊന്നും ചോദിക്കില്ല. ഓക്കെ, അപ്പൊ ചോദകവും പ്രതികരണവും തമ്മിലുള്ള ഒരു ബന്ധത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വ്യവഹാരവാദം എന്ന് പറയുന്ന ഈ ഒരു പഠന സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. ഓക്കെ ആണോ? പറഞ്ഞത് വ്യക്തമാണോ? ഓക്കെ, ഇനി വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടപ്പോ നമ്മൾ ചോദക പ്രതികരണം, ചോദകങ്ങളോട് സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ അതിനോടുണ്ടാകുന്ന റെസ്പോൺസ് ആണ് എന്ത്, പഠനം എന്ന് അവതരിപ്പിക്കുന്ന ഒരു തിയറിയാണ് ഇത് വ്യവഹാരവാദം എന്ന് പറയുന്നത്. ഈ വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട് ഈ തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്ന മനഃശാസ്ത്രജ്ഞര് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം ഇവിടുന്ന് മറ്റൊരു മോഡലാണ് എന്ത്, വ്യവഹാരവാദവുമായി ബന്ധമില്ലാത്തതാര്. ഇപ്പൊ വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടതാരൊക്കെ, സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ടവരാരൊക്കെ, ഇനി ജ്ഞാനനിർമ്മിതിവാദവുമായി ബന്ധപ്പെട്ടവരാരൊക്കെ, ഇങ്ങനെ ഓരോ തിയറിയുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെ എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇപ്പൊ വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബിഹേവിയറിസം എന്ന് പറയുന്ന ഈ ഒരു പഠന സിദ്ധാന്തത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആളുകളാണ് ആര്? JB വാട്സൺ, പാവ്ലോവ്, തൊണ്ടേക്ക്, സ്കിന്നർ. ഈ 4 പേരാണ് പ്രധാനപ്പെട്ടത്. ഈ 4 പേരെ കുറിച്ച് നമ്മൾ പഠിക്കുള്ളൂ. ഓക്കെ, പിന്നെ 2 ആളുകളും അതിനോട് കൂടെ വെറുതെ ഒന്ന് എഴുതി വെച്ചോളൂ, പഠിക്കൊന്നും വേണ്ട. CL അള്ളും ടോൾമാനും. CL അള്ളും ടോൾമാനും ഇവരും എന്ത് തന്നെയാണ്, വ്യവഹാരവാദികളാണ്. ഇവരുടെ ആശയങ്ങളൊന്നും നമ്മൾ പഠിക്കാറില്ല. നമുക്ക് പഠിക്കേണ്ടത് JB വാട്സനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, പാവ്ലോവിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, തൊണ്ടേക്കിനെ കുറിച്ച്, സ്കിന്നർ. ഇവർ 4 പേരുമാണ് നമുക്ക് പ്രധാനപ്പെട്ട വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം എന്ന് പറയുന്ന ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്ന മനഃശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത്. ഇവിടുന്ന് ചോദിക്കുന്ന മറ്റൊരു മോഡലാണ് വ്യവഹാരവാദവുമായി ബന്ധമില്ലാത്തതാര്. ഓക്കെ, ക്വസ്റ്റ്യൻ എങ്ങനെ ആയിരിക്കും? വ്യവഹാരവാദ ഓപ്ഷൻ തരും. വാട്സൺ ഉണ്ടാവും, പാവ്ലോവ് ഉണ്ടാവും, പിന്നെ കർട്ട് ലെവിന്, പിന്നെ ആര്, തൊണ്ടേക്ക്. ഇങ്ങനെ ഓപ്ഷൻ തരും. അപ്പൊ ഇതിലാര് വ്യവഹാരവാദവുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഇപ്പൊ തന്ന 4 ഓപ്ഷനിൽ ആരാണ്? കർട്ട് ലെവിൻ, വാട്സൺ ഉണ്ട്, പാവ്ലോവ് ഉണ്ട്, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? ഉണ്ട്. റെസ്പോൺസ് വളരെ കുറവാണ് കേട്ടോ. അപ്പൊ ഈ വ്യക്തികൾ നമ്മൾ അറിഞ്ഞിരിക്കണം. വ്യവഹാരവാദികളായിട്ട് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 4 വ്യക്തികളാണ് ആര്? വാട്സണ്, പാവ്ലോവ്, തൊണ്ടേക്ക്, അതേപോലെ തന്നെ സ്കിന്നർ, CL അള്ള്. ഇവര് 4 പേരുമാണ് ഏത്, പ്രധാനപ്പെട്ട വ്യവഹാരവാദികൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി വ്യവഹാരവാദം എന്താന്ന് പറഞ്ഞു? വ്യവഹാരവാദികൾ വാട്സൺ, പാവ്ലോവ്, തൊണ്ടേക്ക്, സ്കിന്നർ, CL അള്ള്, ടോൾമാൻ, ഇവരാണ് വ്യവഹാരവാദികൾ. ഇനി ഓരോ വ്യവഹാരവാദികളും അവര്, ഒരു മിനിറ്റ്,
ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞത്? ഓക്കെ, തുടരാം കേട്ടോ. അപ്പൊ നമ്മൾ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞത് ഇനി ഓരോ വ്യക്തികൾ വാട്സന്, പാവ്ലോവ്, തൊണ്ടേക്ക്, സ്കിന്നർ, സിയലാള്, ടോൾമാന്, ഈ ഓരോ വ്യക്തികളും ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ആശയങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ആശയങ്ങളാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളത് എന്താണ് നാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പറഞ്ഞ മനസ്സിലായോ? അതായത് വാട്സൺ വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആശയങ്ങൾ, അതായത് വാട്സന്റെ അഭിപ്രായങ്ങൾ, ഇങ്ങനെ ഓരോ വ്യക്തികളെ കുറിച്ചും എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ്. വ്യവഹാരവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ചോദകം ഉണ്ടാകുമ്പോൾ, ഒരു സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ അതിനോടൊരു റെസ്പോൺസ് ഉണ്ടാകുന്നു എന്ന രീതിയിൽ പഠനത്തെ കുറിച്ച് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പഠനത്തെ കുറിച്ചിട്ടുള്ള ഒരു തിയറിയാണ് ഇത് ബിഹേവിയറിസം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ആര്? ജെ.ബി. വാട്സൺ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആരെ കുറിച്ചാണ്? ജെ.ബി. വാട്സനെ കുറിച്ചാണ്. ശ്രദ്ധിക്കുക, ജെ.ബി. വാട്സൺ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം എന്ന് പറയുന്ന ഈ തിയറിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് ആര്? ഇതിന് കൃത്യമായിട്ടുള്ള ഒരു തിയറി അവതരിപ്പിച്ച ആളാണ് ആര്? ജെ.ബി. വാട്സൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വ്യവഹാരവാദ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഓക്കെ, ഈ വ്യവഹാരവാദത്തിന്റെ ബിഹേവിയറിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജെ.ബി. വാട്സൺ ആണ്. കാരണം എന്താണ്? ജെ.ബി. വാട്സൺ ആണ് ഈ ഒരു വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുകയും അതിനൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു അടിത്തറ നൽകിയതൊക്കെ ആരാണ്? അതില്ലെങ്കിൽ ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശയങ്ങൾ അവതരിപ്പിച്ചു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ജെ.ബി. വാട്സൺ ആണ് എന്ത് ചെയ്യുന്നത്? വ്യവഹാരവാദ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ബാക്കിയുള്ളവരൊക്കെ വ്യവഹാരവാദികൾ തന്നെയാണ്. ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ പാവ്ലോവും അതേപോലെ തന്നെ തൊണ്ടേക്കും സ്കിന്നറൊക്കെ എന്തിനാണ്? വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ്. പക്ഷെ ഇതിന്റെ പിതാവ്, ഓക്കെ, അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, വ്യവഹാരവാദ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? ജെ.ബി. വാട്സൺ ആണ്. ഓക്കെ ആണല്ലോ. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത സ്വന്തം മകനായ ആൽബർട്ടിൽ പരീക്ഷണം നടത്തി എന്നുള്ളതാണ്. ഓക്കെ, ആൽബർട്ടിൽ, സ്വന്തം മകനായിട്ടുള്ള ആൽബർട്ടിൽ പരീക്ഷണം നടത്തിയ ആ ഒരു പരീക്ഷണം ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതുകൂടി അതിനോട് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, സ്വന്തം മകനായ ആൽബർട്ടിൽ പരീക്ഷണം അല്ലെങ്കിൽ സ്വന്തം മകനിൽ ആളാണ് ആര്? ജെ.ബി. വാട്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അത് അദ്ദേഹത്തിന്റെ ആ ഒരു പരീക്ഷണം ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ്. അപ്പൊ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ വ്യവഹാരവാദികളിൽപ്പെട്ട വ്യവഹാരവാദത്തിന്റെ പിതാവായിട്ടുള്ള ജെ.ബി. വാട്സൺ ആണ് എന്ത്? ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട ആള്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അദ്ദേഹം കണ്ടെത്തിയ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ത്? പരിസരം, ഒരു വ്യക്തിയുടെ പരിസരം, ഓക്കെ, ഒരു ശിശു വികാസത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് പ്രസ്താവിച്ച ഒരാളാണ് ആര്? ജെ.ബി. വാട്സൺ. ഒരു കുട്ടിയുടെ വികാസത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ഏതാണ്? പരിസരം. ആ കുട്ടിയുടെ ചുറ്റുപാട് എന്ത് ചെയ്യുന്നുണ്ട്? ആ കുട്ടിയുടെ വികാസത്തെ കൂടുതലായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഇത് പ്രധാനപ്പെട്ട പോയിന്റ് ഒന്നും അല്ല ട്ടാ. ഇതൊന്നും കാണാപ്പാഠം പഠിച്ചു വെക്കണ്ട. അങ്ങനെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രസ്താവന അവതരിപ്പിച്ചതാരാണ്? ജെ.ബി. വാട്സൺ ആണ്. അതേപോലെ തന്നെ ഓരോ ചോദകങ്ങളുടെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച്, അതായത് കുട്ടികളിൽ നിന്ന് നമുക്ക് റെസ്പോൺസ്, വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ചോദകങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യും? സാധിക്കും. ഇപ്പൊ ചോദകങ്ങളെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് പല രീതിയിലുള്ള അല്ലെങ്കിൽ ഏതു തരം പ്രതികരണം രൂപപ്പെടുത്താം എന്ന് കണ്ടെത്തിയതും ആരാണ്? ജെ.ബി. വാട്സൺ ആണ്. അതും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഒന്നല്ല, ഒന്ന് അറിഞ്ഞിരിക്കാത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇപ്പൊ വ്യവഹാരവാദ മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് ആര്? ജെ.ബി. വാട്സൺ. ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ്, അതായത് സ്വന്തം മകനായിട്ടുള്ള ആൽബർട്ടിൽ എന്ത് ചെയ്തു? അദ്ദേഹം പരീക്ഷണം നടത്തി. പിന്നെ അദ്ദേഹം കണ്ടെത്തിയ രണ്ട് കാര്യങ്ങളാണ് ഇത്? പരിസരമാണ്. ഒരു കുട്ടിയുടെ വികാസത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഏതാണ്? പരിസരമാണ്. ഓക്കെ, ചോദ്യങ്ങളെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് ഏതു തരം പ്രതികരണങ്ങളും രൂപപ്പെടുത്താം എന്ന് കണ്ടെത്തിയതും ആര് തന്നെയാണ്? ജെ.ബി. വാട്സൺ തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഇനി അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ജെ.ബി. വാട്സൺ പറഞ്ഞൊരു കാര്യമാണ് എന്ത്? ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആട്ടാ. എനിക്ക് ആരോഗ്യമുള്ള ഒരു ഡസൻ കുഞ്ഞുങ്ങളെ തരൂ.
എനിക്ക് ആരോഗ്യമുള്ള ഒരു ഡസൻ കുഞ്ഞുങ്ങളെ തരൂ, അവരെ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരാക്കി തരാം. ഇത് പല രീതിയിൽ കാണാം. ഓക്കെ, അതായത് ചില മാറ്റങ്ങൾ ഇതേപോലെ തന്നെ ആയിരിക്കില്ല. ജെബി വാട്സൺ ഏതായാലും മലയാളത്തിൽ ഏതായാലും പറയില്ലല്ലോ. അദ്ദേഹം പറഞ്ഞ വാചകം, അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, എനിക്ക് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ തന്നാൽ അവരെ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, അതായത് കള്ളന്മാരോ ഇനി അവരെ നല്ല ഡോക്ടർമാരോ, ഇത്തരത്തിൽ അവരെ ഏത് രീതിയിലും വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. കാരണം എന്താണ്, ഒരു കുട്ടിയുടെ വികാസത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ പരിസരമാണ്, ചുറ്റുപാടാണ്. അപ്പൊ പരിസരത്തിലെ മാറ്റങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട്, പരിസരം മാറ്റിക്കൊണ്ട് കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് രീതിയിലുള്ളവരായിട്ടും വളർത്തിയെടുക്കാം. ആ ഒരു അഭിപ്രായത്തിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ജെ.ബി. വാട്സൺ എങ്ങനെ പറഞ്ഞത്, എനിക്ക് ആരോഗ്യമുള്ള ഒരു ഡസൻ കുഞ്ഞുങ്ങളെ തരൂ, അവരെ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരാക്കി വളർത്തിത്തരാം. ഓക്കെ, അപ്പൊ ഇത് ആര് പറഞ്ഞതാണ്, ഇത് ആരുടെ പ്രസ്താവനയാണ് എന്നുള്ളത് എന്ത് ചെയ്യാറുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് ആരുമായി ബന്ധപ്പെട്ടതാണ്, ജെ.ബി. വാട്സനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആരുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കണം, ജെ.ബി. വാട്സൺ. ഏതൊക്കെ വേണം, വ്യവഹാരവാദ മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് ആര്, ജെ.ബി. വാട്സൺ എന്ന് പറയുന്നത്. പിന്നെ ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് ഇല്ല കേട്ടോ. പിന്നെ സ്വന്തം മകനായ ആൽബർട്ടിൽ പരീക്ഷണം നടത്തി, അതാണ് ഏത്, ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ സ്വന്തം മകനിൽ പരീക്ഷണം നടത്തിയത് ആര് ചോദിക്കാം, അതാരാണ്, ജെ.ബി. വാട്സൺ ആണ്. പിന്നെ പരിസരമാണ് ശിശു വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകം, അത്ര പ്രധാനപ്പെട്ടതല്ല. പിന്നെ ചോദകം ഫലപ്രദമായി ഉപയോഗിച്ച് ഏതുതരം പ്രതികരണം രൂപപ്പെടുത്താം. ഓക്കെ, അതും പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഏത്, ഇത് ചോദിക്കാറുണ്ട്, എനിക്ക് ആരോഗ്യമുള്ള ഒരു ഡസൻ കുഞ്ഞുങ്ങളെ തരൂ, അവരെ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളർത്തിത്തരാം. ഓക്കെ, അത് ആര് പറഞ്ഞതാണ് എന്ന് ചോദിച്ചാൽ ആരുടെ പ്രസ്താവനയാണ്, ജെ.ബി. വാട്സന്റെ പ്രസ്താവനയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പോയിന്റ് ആരുമായി ബന്ധപ്പെട്ടതാണ്, ജെ.ബി. വാട്സനുമായി ബന്ധപ്പെട്ടതാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട അടുത്ത ആൾ ആരാണ്, പാവുലോവ്. ഓക്കെ, പാവുലോവ്. ജെ.ബി. വാട്സനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആരാണ്, പാവുലോവിനെ കുറിച്ചാണ്. ഓക്കെ, ഇവാൻ പെട്രോവിച്ച് പാവ്ലോ, അതാണ് ഫുൾ ഫോം, പൂർണ്ണ പേര്. ഞാൻ അതൊന്നും പഠിച്ചു വെക്കണ്ട. ഓക്കെ, പാവ്ലോവ് അത്ര മതി. പാവ്ലോവ് എന്ന് പറയുന്നത് പൗരാണികാനുബന്ധനം എന്ന് പറയുന്ന ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം, അനുബന്ധന പ്രവർത്തനം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതായത് പാവ്ലോവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു നായയിലാണ് പരീക്ഷണം നടത്തിയത്. ഓക്കെ, നായയിൽ പരീക്ഷണം നടത്തിയ ഒരു വ്യക്തിയാണ് ആര്, പാവ്ലോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പരീക്ഷണം ഒരു ബന്ധവുമില്ലാത്ത, നായക്ക് ഒരു ബന്ധവുമില്ലാത്ത ഒരു മണിശബ്ദത്തിൽ ഒരു ബെല്ലടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, നായ ഉമിനീർ സ്രവം ഉണ്ടാക്കുന്നു. നിങ്ങളൊക്കെ പഠിക്കുന്ന സമയം മുതലേ ഉള്ള ഒരു സംഭവമായിരിക്കും. ഓക്കെ, പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും എന്ത്, ഉമിനീർ സ്രവം. അതായത് ഒരു പാവ്ലോ ബെല്ലടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിശബ്ദം കേട്ടാൽ എന്ത് ചെയ്യും, നായയുടെ വായിൽ നിന്നും ഉമിനീർ സ്രവം ഉണ്ടാകും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു പരീക്ഷണം, ഒരു ബന്ധം, നായക്ക് ഒരു ബന്ധവുമില്ലാത്ത, സാധാരണ നായ മണിശബ്ദം കേട്ടാൽ എന്ത് ചെയ്യില്ല, ഉമിനീർ സ്രവം ഉണ്ടാക്കില്ല. പക്ഷെ ഒരു ബന്ധവുമില്ലാത്ത ഈ മണിശബ്ദവുമായിട്ട് നായ്ക്ക് എന്ത് ചെയ്തു, ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ആർക്ക് സാധിച്ചു, പാവ്ലോവിന് സാധിച്ചു. ഓക്കെ ആണല്ലോ. അപ്പൊ ആ ഒരു ബന്ധം ഉണ്ടാക്കിയതിനെയാണ് എന്ത് പറയുന്നത്, ആ ഒരു ബന്ധം ഉണ്ടാക്കലാണ് എന്ത്, ആദ്യമായിട്ട് ഒരു ബന്ധമുണ്ടാക്കി. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, പൗരാണികാനുബന്ധനം. ഓക്കെ, പൗലോന്റെ ആശയങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്, പൗരാണികാനുബന്ധനം അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു അനുബന്ധന സിദ്ധാന്തം, ഈ ഒരു പ്രവർത്തനമാണ്
ബന്ധനം, ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക. നായക്ക് ഒരു ബന്ധവുമില്ലാത്ത മണിശബ്ദത്തിൽ ഒരു ബെല്ലടിക്കുമ്പോൾ നായ എന്ത് ചെയ്യുന്നു? ഉമിനീർ സ്രവം ഉണ്ടാക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ബന്ധം ആരുണ്ടാക്കിയെടുത്തിട്ടുണ്ട്? പാവ്ലോവ് ഉണ്ടാക്കിയെടുത്തു. അതുകൊണ്ട് അതായത് സൈക്കോളജിയിൽ ആദ്യമായിട്ട് ഒരു അനുബന്ധനം ഇതുവരെ ആരും ചെയ്യാത്തൊരു കാര്യമാണ്. ഓക്കെ, ഒരു മണിശബ്ദം അടിക്കുന്നു, അതായത് ചോദകമാണ് മണിശബ്ദം. ആ മണിശബ്ദം എന്ന് പറയുന്ന ചോദകം ഉണ്ടാകുമ്പോൾ അതിനെ എന്ത് ചെയ്യുന്നു? നായ ഒരു റെസ്പോൺസ് ചെയ്യുന്നു. ഉമിനീർ സ്രവം ഉണ്ടാക്കിയിട്ട് നായ എന്ത് ചെയ്യുന്നു? റെസ്പോൺസ് ചെയ്യുന്നു. ഈ രീതിയിലുള്ള ഒരു പരീക്ഷണം ആദ്യമായിട്ട് ചെയ്തുകൊണ്ട് അനുബന്ധന സിദ്ധാന്തം ആദ്യമായിട്ട് ആര് അവതരിപ്പിച്ചു? ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ് അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പാവ്ലോവിന്റെ ആശയങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? പൗരാണികാനുബന്ധനം അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ ആണോ? പാവ്ലോവിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? നായയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? പരീക്ഷണം നടത്തിയത്. പണ്ട് മുതൽ പഠിക്കുന്ന സമയത്ത് പട്ടിപ്പാവ്ലോവ് എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടാവുക അല്ലെ? പട്ടിപ്പാവ്ലോവ് എന്ന പേരിലൊക്കെയാണ്, അതായത് പട്ടിയിൽ നായയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? പരീക്ഷണം നടത്തിയത്. സ്വന്തം മകനായ ആൽബർട്ടിൽ പരീക്ഷണം നടത്തിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജെ.ബി. വാട്സൺ. ജെ.ബി. വാട്സൺ ആണ്. ഓക്കെ ആണല്ലോ. എന്നാൽ പാവ്ലോവ് എന്താണ്? നായിൽ പരീക്ഷണം നടത്തി, അതായത് ബെല്ലടിക്കുമ്പോൾ ഉമിനീർ സ്രവം ഉണ്ടാക്കുന്നു എന്ന രീതിയിൽ ഒരു ബന്ധം, അനുബന്ധനം ആദ്യമായിട്ട് അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പാവ്ലോവിന്റെ ആശയങ്ങൾ പൗരാണികാനുബന്ധനം ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന പേരില് അറിയപ്പെടുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ പരീക്ഷണത്തെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. നായയുമായി അതുമായി ബന്ധപ്പെട്ട പല രീതിയിൽ കേട്ടച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ക്ലാസ് റൂം പ്രസക്തി, പാവ്ലോവിന്റെ ആശയങ്ങളിലെ ക്ലാസ് റൂം പ്രസക്തി ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കാം. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു നായ, ഓക്കെ, നായക്ക് ഭക്ഷണം കൊടുക്കുന്നു. പാവ്ലോവ് എന്ത് ചെയ്യുന്നു? ആദ്യം ഒരു ഭക്ഷണം കൊടുക്കുന്നു. ഭക്ഷണം കിട്ടുമ്പോൾ നായയിൽ എന്ത് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ഉമിനീർ സ്രവം ഉണ്ടാകുന്നു. ഓക്കെ, നായക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ടും ഒരു ഉമിനീർ സ്രവം ഉണ്ടാകുന്നു. ഓക്കെ ആണല്ലോ, സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? നായിൽ നിന്നുണ്ടായ ഉമിനീർ സ്രവം ഒരു റെസ്പോൺസ് ആണ്. ഇപ്പൊ മനസ്സിലായി എന്താണ് റെസ്പോൺസ് എന്ന് പറയുന്നത്? അപ്പൊ ഒരു പ്രതികരണമാണ്, ഒരു റെസ്പോൺസ് ആണ് എന്ത്? ഉമിനീർ സ്രവം എന്ന് പറയുന്നത്. ഈ റെസ്പോൺസ് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഘടകമാണ് ഏത്? നായക്ക് ഭക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, ഭക്ഷണം, നായയെ സംബന്ധിച്ച് ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ഫുഡ് എന്ന് പറയുന്നത് ആ നായകർക്ക് ഉമിനീർ സ്രവം ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ഒരു സ്റ്റിമുലസ് ആണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. ഒരു സ്റ്റിമുലസ്, ഓക്കെ, ഒരു ചോദകം ഉണ്ടാകുമ്പോൾ അതിനോട് എന്തുണ്ടാകും? റെസ്പോൺസ്, പ്രതികരണം ഉണ്ടാകും. അപ്പൊ ഇവിടുത്തെ ഭക്ഷണം എന്ന് പറയുന്ന സ്റ്റിമുലസ് ആണ്, ഉമിനീർ സ്രവം എന്ന് പറയുന്നത് എന്താണ്? റെസ്പോൺസുമാണ്. ഈ ഒരു രീതിയിലായിരുന്നു പാവ്ലോവിന്റെ പരീക്ഷണത്തിന്റെ ആദ്യം, അതില് ഈ ഒരു സമയം പരീക്ഷണം നടക്കുന്നതിന് മുമ്പ്. ഇനി പരീക്ഷണം നടത്താണ്. പരീക്ഷണം എന്ന് പറയുന്നത് എങ്ങനെയാണ്? പരീക്ഷണം നടക്കുക അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത്, ഓക്കെ, പരീക്ഷണം നടക്കുന്ന സമയത്ത് മണിശബ്ദം, ഓക്കെ, ഒരു മണിശബ്ദം ഉണ്ടാക്കുന്നു. ഈ മണിശബ്ദം ഉണ്ടാക്കുന്നതിനോടൊപ്പം, ഓക്കെ, മണിശബ്ദം ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ എന്തും കൊടുക്കുന്നു? ഭക്ഷണം, ഓക്കെ, ഭക്ഷണവും കൊടുക്കുന്നു. ഇറച്ചി എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. അപ്പൊ ഈ ഭക്ഷണം, മണിശബ്ദം പ്ലസ് ഭക്ഷണം, ഇത് ചെയ്യുമ്പോൾ എന്തുണ്ടാകും? മണിശബ്ദവും ഭക്ഷണവും ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകും? നായിൽ നിന്ന് സ്വാഭാവികമായിട്ട് എന്തുണ്ടാകും? ഉമിനീർ സ്രവം ഉണ്ടാകും. ഉണ്ടാവില്ലേ? എന്തുകൊണ്ടാണ് ഉമിനീർ സ്രവം ഉണ്ടാകുന്നത്? ഈ ഭക്ഷണം അതിനോട് കൂടെ ഉണ്ട്. മണിശബ്ദം മാത്രമല്ല, അതിനോട് കൂടെ എന്തുണ്ട്? ഭക്ഷണവും ഉണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെ ഈ പരീക്ഷണം നടക്കുന്ന സമയത്ത് മണിശബ്ദം പ്ലസ് ഭക്ഷണം, നായിൽ നിന്നും എന്തുണ്ടാകുന്നു? ഉമിനീർ സ്രവം ഉണ്ടാകുന്നു. ഈ പരീക്ഷണത്തിന് ശേഷം, അതായത് അനുബന്ധനത്തിന് ശേഷം ഒരു ബന്ധം ഉണ്ടാക്കി, ഓക്കെ, അനുബന്ധനം, പാവ്ലോവ് ഒരു അനുബന്ധനം ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നു? നായില് മണിശബ്ദം മാത്രമാകുമ്പോൾ തന്നെ, ഓക്കെ, മണിശബ്ദം ഉണ്ടാകുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? നായ ഉമിനീർ സ്രവം ഉണ്ടാക്കി പ്രതികരിക്കുന്നു. ഓക്കെ, ഉമിനീർ സ്രവം ഉണ്ടാക്കി പ്രതികരിച്ചു.
ഈ മണിശബ്ദം എന്ന് പറയുന്നത് മനസ്സിലായോ? അതായത് കുറെ കാലം മണിശബ്ദം, അതിനോട് ഭക്ഷണം, നിശബ്ദം, ഭക്ഷണം ഇങ്ങനെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നായ എന്ത് ചെയ്യും? മണിശബ്ദം ഉണ്ടാകുമ്പോൾ തന്നെ ഉമിനീർ സ്രാവം ഉണ്ടാക്കും. കാരണം എന്താണ്? ഈ മണിശബ്ദത്തിനോട് നായ ഉമിനീർ സ്രാവം ഉണ്ടാക്കി പ്രതികരിക്കും. കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഭക്ഷണം കിട്ടും എന്നുള്ളത് ആർക്കറിയാം? നായക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നായ എന്ത് ചെയ്യുന്നു? ഉമിനീർ സ്രാവം ഉണ്ടാക്കി പ്രതികരിക്കുന്നു. ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെയാണോ? ഇത് കുറച്ച് കൺഫ്യൂഷൻ ആക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് രണ്ട് പ്രാവശ്യം നോക്കുമ്പോൾ കിട്ടും. അതായത് അനുബന്ധനത്തിന് ശേഷം, ഈ പരീക്ഷണത്തിന് ശേഷം നായ നിന്നും ഉണ്ടാവുന്ന ഉമിനീർ സ്രാവം, ഈ മണിശബ്ദത്തോട് ഉണ്ടാവുന്ന ഉമിനീർ സ്രാവം ഉണ്ടല്ലോ, ഇത് പൗലോ ഉണ്ടാക്കിയെടുത്തതല്ലേ? ഇത് സ്വാഭാവികമായിട്ടും നാച്ചുറലി ഉണ്ടായതല്ല, പൗലോവ് ഉണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ഉമിനീർ സ്രാവം അറിയപ്പെടുന്നത് കണ്ടീഷനഡ്, അതായത് ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്ത കണ്ടീഷനഡ്, അനുബന്ധിത. എന്താണ് ഉമിനീർ സ്രാവം? എന്തായിരിക്കും? സ്റ്റിമുലസ് ആണോ റെസ്പോൺസ് ആണോ? സ്റ്റിമുലസ് ആണോ റെസ്പോൺസ് ആണോ? ഉമിനീർ സ്രാവം എന്തായിരിക്കും? നായ ഉണ്ടാക്കുന്ന റെസ്പോൺസ് ആണ്. കണ്ടീഷൻഡ് റെസ്പോൺസ് എന്നറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ? ഇതാണ് ചോദിക്കാറുള്ളത്. അതായത് അനുബന്ധനത്തിന് ശേഷം മണിശബ്ദത്തോട് നായ ഉമിനീർ സ്രാവം ഉണ്ടാക്കി പ്രതികരിച്ചു. ഓക്കെ, മണിശബ്ദത്തിന് നായ ഉമിനീർ സ്രാവം ഉണ്ടാക്കി. ഇത് എന്താണ്? എന്നിട്ടുണ്ടാവും കണ്ടീഷൻഡ് സ്റ്റിമുലസ്, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, കണ്ടീഷൻഡ് റെസ്പോൺസ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. ഇങ്ങനെ 4 ഓപ്ഷൻ തരും. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കിയത്. കുറച്ച് ബുദ്ധിമുട്ട് ഞാൻ വീണ്ടും ആവർത്തിക്കാം. അതായത് ഇവര് ഉണ്ടാക്കിയെടുത്തതായത് കൊണ്ട്, അതായത് പൗലോ പരീക്ഷണം ചെയ്ത് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഉള്ള ആ ഒരു കണ്ടീഷൻ നമുക്ക് എന്ത് പറയാം? അനുബന്ധിതം എന്ന് പറയാം. അത് ഉണ്ടാക്കിയെടുത്തതാണ്, സ്വാഭാവികമല്ല. അപ്പൊ അനുബന്ധിതമായിട്ട് ഉണ്ടാക്കിയെടുത്തതിനെ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അനുബന്ധനത്തിന് ശേഷം ഉമിനീർ സ്രാവം, മണിശബ്ദത്തോട് ഉണ്ടാവുന്ന ഉമിനീർ സ്രാവം എന്ന് പറയുന്നത് എന്താണ്? പൗലോ ഉണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ട് അതെന്താണ്? അനുബന്ധിത പ്രതികരണമാണ്. അങ്ങനെയാണ് ഈ മണിശബ്ദം എന്തായിരിക്കും? അനുബന്ധനത്തിന് ശേഷം മണിശബ്ദത്തോട് മണിശബ്ദം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് പൗലോ ഉണ്ടാക്കിയെടുത്തതല്ല, അനുബന്ധിത കണ്ടീഷനഡ്, അല്ലെങ്കിൽ അനുബന്ധിത മണിശബ്ദം എന്താണ്? മണിശബ്ദം എന്തായിരിക്കും? സ്റ്റിമുലസ് ആണോ റെസ്പോൺസ് ആണോ? സ്റ്റിമുലസ് ആണ്. അപ്പൊ കണ്ടീഷൻഡ് സ്റ്റിമുലസും എന്നറിയപ്പെടുന്നു. ഓക്കെ, ഒന്നും കൂടി നോക്കാം. അതായത് അനുബന്ധനത്തിന് ശേഷം, ഇതിന് മുമ്പുള്ളതൊന്നും പ്രസക്തി ഇല്ലട്ടാ. അനുബന്ധത്തിന് മുമ്പ് ഇറച്ചിപ്പൊടി എന്ന് പറയുന്ന അനുബന്ധനം ചെയ്യാത്ത, അതൊരു നാച്ചുറൽ സ്റ്റിമുലസ് ആണ്. അതിനോടുണ്ടാകുന്ന ഉമിനീർ സ്രാവം എന്ന് പറയുന്നത് എന്താണ്? അനുബന്ധനം ചെയ്യാത്ത പ്രതികരണമാണ്. അതായത് ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്തല്ല, നായിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. ഓക്കെ, ആ സമയത്ത് ഒരു മണിശബ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു നിഷ്ക്രിയ ചോദകമാണ്, അതായത് ഒരു ബന്ധവുമില്ല. ഓക്കെ, ഒരു ബന്ധവുമില്ല, അനുബന്ധനം. അതായത് പരീക്ഷണത്തിന് മുമ്പാണെങ്കിൽ എന്തുണ്ടാവും? ഇറച്ചിപ്പൊടിക്ക് മാത്രമേ പ്രതികരണം ഉണ്ടാവുള്ളൂ. ആ ഇറച്ചിപ്പൊടി എന്ന് പറയുന്നത് പൗലോ ഉണ്ടാക്കിയെടുത്തതല്ല, അത് നാച്ചുറൽ സ്റ്റിമുലസ് ആ. ഓക്കെ, ഏതൊരു നായും എന്ത് ചെയ്യും? ഇറച്ചിപ്പൊടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനോട് എന്ത് ചെയ്യും? പ്രതികരിക്കും. അത് നാച്ചുറൽ ആണ്. ഓക്കെ, അതിനോടുണ്ടാകുന്ന ഉമിനീർ സ്രാവം എന്ന് പറയുന്നത് എന്താണ്? അനുബന്ധനം ചെയ്യാത്ത ഒരു പ്രതികരണമാണ്. ഇനി അനുബന്ധനം നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇറച്ചിപ്പൊടി പ്ലസ് മണിയൊച്ച, ഓക്കെ, ഇറച്ചിപ്പൊടി പ്ലസ് മണിശബ്ദം, അതിനോട് ഉമിനീർ സ്രാവം ഉണ്ടാകുന്നു. അതും എന്തുകൊണ്ടല്ല? പൗലോ ഉണ്ടാക്കിയെടുത്തതാണോ? അല്ല, ഈ ഇറച്ചിപ്പൊടി ഉണ്ടായത് കൊണ്ടാണ്. അതുകൊണ്ട് അതും എന്താണ്? അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. ഓക്കെ, അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ, ഇവിടെ 2 സ്റ്റേജിന് നമുക്ക് ഇമ്പോർട്ടന്റ് ഇല്ല. മൂന്നാമത്തെ സ്റ്റേജ് അനുബന്ധനത്തിന് ശേഷം, ആഫ്റ്റർ കണ്ടീഷന്, ഈ ഒരു മേഖലയാണ് പ്രധാനപ്പെട്ടത്. അനുബന്ധനത്തിന് ശേഷം മണിയൊച്ച, അതായത് മണിശബ്ദം ഉണ്ടാക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? ഒരു പ്രതികരണം, ഉമിനീർ സ്രാവം എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു. ഓക്കെ ആണല്ലോ? ഈ മണിശബ്ദത്തോട് എന്ത് ചെയ്യുന്നു? നായ ഉമിനീർ സ്രാവം ഉണ്ടാക്കി പ്രതികരിക്കുന്നു. അപ്പൊ ഈ മണിശബ്ദത്തിനോടുണ്ടാകുന്ന പ്രതികരണമായതുകൊണ്ട് തന്നെ ഈ മണിശബ്ദം എന്ന് പറയുന്നത് എന്താണ്? അനുബന്ധിത ചോദകമാണ്. പൗലോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു മണിശബ്ദത്തോട് കൂടിയ ശബ്ദത്തിനോട് എന്ത് ചെയ്താണ്? പൗലോ ഉണ്ടാക്കിയെടുത്തതാണ്, അല്ലേ? അതെ.
ഓക്കെ, അതുകൊണ്ട് തന്നെ മണിശബ്ദം എന്ന് പറയും, അനുബന്ധിത ചോദകമാണ്. അപ്പൊ അതന്നെ ചോദിക്കാറുള്ളത്. അനുബന്ധനത്തിന് ശേഷമുള്ള മണിശബ്ദം ഏതാണ്? അതെന്താണ്? അതൊരു സ്റ്റിമുലസ് ആണ്, അതും അതിനോട് ഭാവലോക ബന്ധം ഉണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ അത് അനുബന്ധിത ചോദകമാണ്, അല്ലെങ്കിൽ കണ്ടീഷണഡ് സ്റ്റിമുലസ് ആണ്. അതിനോടുണ്ടാകുന്ന ഉമിനീർ സ്രവം എന്ന് പറയുന്നത് എന്താണ്? ഉമിനീർ സ്രവം അനുബന്ധിത പ്രതികരണമാണ്, കണ്ടീഷണഡ് റെസ്പോൺസ് ആണ്. ഓക്കെ, ഉമിനീർ സ്രവം എന്ന് പറയുന്നത് പ്രതികരണമാണ്, അത് പാവ്ലോവ് ഉണ്ടാക്കിയെടുത്തതാണ്. ഓക്കെ, അല്ലാതെ ഒരു നായും എന്ത് ചെയ്യില്ല, മണിശബ്ദത്തോട് പ്രതികരിക്കില്ല. ഇത് പാവ്ലോവ് ഉണ്ടാക്കിയെടുത്തതാണ്. ഏത്? ഈ പ്രതികരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതെന്താണ്? കണ്ടീഷണഡ് റെസ്പോൺസ് ആണ്. ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ നിങ്ങൾ ഇതൊന്നും പഠിച്ചു വെക്കണ്ട. അനുബന്ധനത്തിന് ശേഷം നായ മണിശബ്ദം ഉണ്ടാക്കുമ്പോൾ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ പ്രതികരിക്കുന്നതല്ല, ഉമിനീർ സ്രവം ഉണ്ടാക്കുന്നു. ഈ ഉമിനീർ സ്രവം ഏത് പേരിൽ അറിയപ്പെടുന്നു? അനുബന്ധിത പ്രതികരണം എന്ന പേരിലോ. ഇതിനോടുണ്ടാകുന്ന മണിശബ്ദം എന്ന് പറയുന്നത്, അപ്പോ അവിടെ കൊടുക്കുന്ന മണിശബ്ദം ഏതുമാണ്? അനുബന്ധിത ചോദകവുമാണ്. ഓക്കെ ആണല്ലോ? അത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി, പഠിച്ചു വെച്ചാൽ മതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഓക്കെ. ഇപ്പൊ ഈ പാവ്ലോവിന്റെ പരീക്ഷണം മനസ്സിലായല്ലോ. നായുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മണിശബ്ദം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിന് നായ ഉമിനീർ സ്രവം ഉണ്ടാക്കി പ്രതികരിക്കുക എന്നുള്ള രീതിയിൽ ഒരു ബന്ധം പാവ്ലോവ് എന്ത് ചെയ്തതാണ്? ഉണ്ടാക്കിയെടുത്തതാണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, പാവ്ലോവ് ഈ ഒരു പരീക്ഷണത്തിന് ശേഷം കുറച്ച് ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഇടക്കിടക്ക് എന്ത് ചെയ്യാറുണ്ട്? പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പാവ്ലോവിന്റെ ആശയങ്ങൾ. ഓക്കെ, കുറെ ആശയങ്ങളുണ്ട്. അതിൽ ആവശ്യമുള്ളത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പാവ്ലോവ് പരീക്ഷണത്തിനൊക്കെ ശേഷം വിദ്യാഭ്യാസപരമായിട്ട്, അതായത് നമ്മുടെ വിദ്യാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രായോഗികമായിട്ടുള്ള കുറച്ച് ആശയങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അവതരിപ്പിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യവഹാരവാദം, അത് JB വാട്സനെ കുറിച്ച് പറഞ്ഞു, പാവ്ലോവിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാവ്ലോവിന്റെ ആശയങ്ങളാണ്. പാവ്ലോവിന്റെ ആശയങ്ങൾ ഇത് വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ നമ്മൾ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. വിദ്യാലയമായി കണക്ട് ചെയ്ത പോയും കേട്ടിട്ട് പരീക്ഷയ്ക്ക്, അത് ഏത് പരീക്ഷ ആയിക്കോട്ടെ, അവിടെ എന്തുണ്ടാവും? ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിന് അത്തരത്തിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഏത്? പാവ്ലോവിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ പാവ്ലോവിന്റെ ആശയങ്ങൾ ഒന്നാമത്തെ ആശയമാണ് ഇത് വിലോപം എന്ന് പറയുന്നത്. ഇത് മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ പഠിക്കട്ടോ. എക്സിങ്ഷൻ അല്ലെങ്കിൽ വിലോപം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സാധാരണ ഒരു ചോദകത്തോട് കൂടി എന്തെങ്കിലും ഒരു ചോദകത്തോട് ഒരു പ്രതികരണം, ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? പ്രതികരണങ്ങൾ വരുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ചില പ്രതികരണങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇല്ലാതാക്കാൻ. ഓക്കെ, പല ഘടകങ്ങളും, അതായത് കുട്ടികളിൽ ഉണ്ടാകുന്ന അനാവശ്യമായ പ്രതികരണങ്ങൾ ഇല്ലാതാക്കാൻ പാവ്ലോവിന്റെ വിലോപം എന്ന് പറയുന്ന ആശയം എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഇപ്പൊ സാധാരണ കുട്ടികൾക്ക് അധ്യാപകനോട് തോന്നുന്ന ഭയം, അതൊരു പ്രതികരണമാണ്, റെസ്പോൺസ് ആണ്. കുട്ടികളുടെ ഒരു റെസ്പോൺസ് ആണ് എന്ത്? കുട്ടികൾക്ക് അധ്യാപകരോട് തോന്നുന്ന ഭയം എന്ന് പറയുന്നത്. അപ്പൊ ഈ കുട്ടികൾക്ക് അധ്യാപകരോട് തോന്നുന്ന ഭയം ഇല്ലാതാക്കാൻ, അങ്ങനെ ഏതൊരു ഘടകം ഇല്ലാതാക്കാൻ പാവ്ലോവിന്റെ ഏതാശയം ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ പിന്നെ ഒന്നും നോക്കാനില്ല. ഏതാശയമാണ്? വിലോപമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഇനി അതെങ്ങനെ ഇല്ലാതാക്കുന്നത്? കുട്ടിക്ക് അധ്യാപകനോട് ഒരു ഭയം തോന്നാൻ എന്തെങ്കിലും ഒരു കാര്യമുണ്ടാവും. ഇപ്പൊ കുട്ടിയെ അടിക്കുന്നു, കുട്ടികളെ അധ്യാപകൻ അടിക്കുന്നുണ്ട്. ആ അടിക്കുക എന്ന് പറയുന്ന ആ ഒരു ഘടകം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചോദകം, സ്റ്റിമുലസ് ഉണ്ടായത് കൊണ്ടാണ് എന്ത് ചെയ്തത്? കുട്ടികൾക്ക് അധ്യാപകരോട് ഭയം തോന്നുന്നത്. അപ്പൊ ഈ ഭയം ഇല്ലാതാക്കാൻ എന്തോ ഒഴിവാക്കിയാൽ മതി? കുട്ടികളെ തല്ലുക എന്ന് പറയുന്ന സ്റ്റിമുലസ്, കുട്ടികളെ തല്ലുന്നത് അധ്യാപകൻ നിർത്തുക. അപ്പൊ കുട്ടികൾ ആ സ്റ്റിമുലസ് ഇല്ലാതാവുന്നു. സ്റ്റിമുലസ് ഇല്ലാതായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ആ പ്രതികരണവും ഇല്ലാതാവും.
ഓക്കെ അല്ലോ. സ്റ്റിമുലസിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച്, അതായത് ചോദകം മാറിയാൽ അതിനോടുണ്ടാകുന്ന റെസ്പോൺസ്, പ്രതികരണവും എന്ത് ചെയ്യും, ഇല്ലാതാകും. അതാണ് വിലോപം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ഇല്ലാതാക്കാനും, ഇപ്പൊ പാവ്ലോവിന്റെ പരീക്ഷണത്തിൽ സംഭവിച്ചത്, മണിശബ്ദം ഉണ്ടാകുമ്പോൾ നായ ഉമിനീർ സ്രവം ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ ഈ മണിശബ്ദം മാത്രമാകുന്നു. പാവ്ലോവ് എന്ത് ചെയ്യുന്നു, മണിശബ്ദം, കുറച്ചു കാലം മണിശബ്ദം മാത്രം, അതായത് അതിന് ശേഷം എന്തില്ല, ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനം നിർത്തിവെച്ചു. എന്ത് ചെയ്യുന്നു, മണിശബ്ദം ഇങ്ങനെ അടിക്കുന്നു. അപ്പൊ മണിശബ്ദം അടിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ എന്ത് ചെയ്യും, നായ ഉമിനീർ സ്രവം ആദ്യമൊക്കെ ഉണ്ടാക്കും, പിന്നെ എപ്പോഴും ഉണ്ടാക്കുക. ഉമിനീർ സ്രവം ഇങ്ങനെ മണിശബ്ദം മാത്രം. ഓക്കെ, മണിശബ്ദം മാത്രം ഉണ്ടാകുന്ന എന്തില്ല, ഭക്ഷണമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നായ പിന്നീട് ഉമിനീർ സ്രവം ഉണ്ടാക്കി പ്രതികരിക്കോ? ഇല്ല, കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെയാണ് സ്റ്റിമുലസ് ഇല്ലാതാവുമ്പോൾ, കുട്ടികളെ അടിക്കുക എന്ന് പറയുന്ന പ്രവർത്തനം അധ്യാപകൻ ഇല്ലാതാക്കിയാൽ എന്ത് ചെയ്യും, അതിനോടുണ്ടാകുന്ന അടിക്ക് കുട്ടികളിൽ നിന്നുണ്ടാകുന്ന റെസ്പോൺസ് ആണ് എന്ത്, ഭയം എന്ന് പറയുന്നത്. അപ്പൊ ആ ഭയം എന്ത് ചെയ്യും, അതിന്റെ ഭാഗമായിട്ട് ഇല്ലാതാകും. അതാണ് വിലോപം. അപ്പൊ എന്ത് ചോദിച്ചാലും കുട്ടികളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രവർത്തനം ഇല്ലാതാക്കാൻ ഏതാശയം ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ ഏതാശയമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, വിലോപമാണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആണോ? ഇത് വളരെ പ്രധാനപ്പെട്ടാണ്, ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്. ഏതാശയം ഉപയോഗിക്കാം, ഏതാശയം ഉപയോഗിക്കാം, വിലോപം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി പുനഃപ്രാപ്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്പോണ്ടേനിയസ് റിക്കവറി, പുനഃപ്രാപ്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീണ്ടും വരാം. വിലോപമായി നഷ്ടപ്പെട്ട പ്രതികരണം, അതായത് കുട്ടികൾ അധ്യാപകൻ തല്ലുന്ന നിർത്തി, അതോടുകൂടി അധ്യാപകന് കുട്ടികൾക്ക് തോന്നുന്ന ഭയം ഇല്ലാതായി. പക്ഷെ ഇത് ഇല്ലാതായപ്പോൾ എന്ത് ചെയ്തു, അധ്യാപകന് കുട്ടികള് വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി, കുറച്ചു കാലം കഴിഞ്ഞപ്പോ കുട്ടികൾ തലി കയറാൻ തുടങ്ങി. ഇത് നടക്കില്ല, അവർ നിലക്ക് പോവില്ല എന്ന് തോന്നിയപ്പോ വീണ്ടും അധ്യാപകൻ കുട്ടികളെ തല്ലാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, തിരിച്ച് വീണ്ടും തല്ലാൻ തുടങ്ങുമ്പോ വീണ്ടും എന്ത് ചെയ്യാം, റെസ്പോൺസ്, പ്രതികരണം ഉണ്ടാവാം. ഇതായിക്കൂടെ? മനസ്സിലായോ? വീണ്ടും ഉണ്ടാവാം. ഓക്കെ ആണല്ലോ. അതാണ് പുനഃപ്രാപ്തി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്നില്ല. ചോദകം ഒഴിവാക്കിയിട്ട് നമുക്ക് റെസ്പോൺസ് ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ചോദകം വരുന്നതിനനുസരിച്ച്, ഓക്കെ, ആ വീണ്ടും വരുന്ന ആ ഒരു ചോദകത്തിനനുസരിച്ച് വീണ്ടും എന്ത് ചെയ്യാം, റെസ്പോൺസും ഉണ്ടാകാം. ഓക്കെ ആണല്ലോ. അതാണ് പുനഃപ്രാപ്തി. ഓക്കെ, പുനഃപ്രാപ്തി വലിയ പ്രധാനമൊന്നുമില്ല, വിലോപമാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ വിലോപം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ചോദകം ഇല്ലാതാക്കി റെസ്പോൺസ് ഇല്ലാതാക്കാം എന്ന് പറയുന്ന ആശയമാണ് വിലോപം. വീണ്ടും ആ ചോദകം തിരിച്ചു കൊണ്ടുവരുന്നത് വഴി അതിനോട് ഉണ്ടാകുന്ന റെസ്പോൺസ്, പ്രതികരണം എന്ത് ചെയ്യും, വീണ്ടും ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇത് പുനഃപ്രാപ്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ട് ആശയങ്ങൾ, ഇത് പ്രധാനപ്പെട്ടതാണ്. ചോദക സാമാന്യവൽക്കരണവും ചോദക വിവേചനവും ഇടയ്ക്കിടയ്ക്ക് കേട്ടത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ചോദക സാമാന്യവൽക്കരണവും ചോദക വിവേചനവും എന്താ എന്നുള്ളത്. ഓക്കെ, ഇത് രണ്ടും ഒരു വിപരീതമായ രീതിയിലാണ്. അതായത് ചോദക സാമാന്യവൽക്കരണത്തിന് നേർ വിപരീതമായിട്ടാണ് എന്ത് പറയുന്നത്, ചോദക വിവേചനം പറയുന്നത്. അപ്പൊ കൺഫ്യൂഷൻ വേണ്ട. ചോദക സാമാന്യവൽക്കരണത്തിൽ എന്താണോ പറയുന്നത് അതിന്റെ വിപരീത രീതിയിൽ ചോദക വിവേചനം. ചോദക സാമാന്യവൽക്കരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചോദകത്തിനോടുണ്ടാകുന്ന റെസ്പോൺസ് അതേപോലത്തെ മറ്റൊരു ചോദകം ഉണ്ടാകുമ്പോൾ അതിനോടും കാണിക്കും എന്നുള്ളതാണ് ഇത് ചോദക സാമാന്യവൽക്കരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. ഒരു ചോദകത്തിനോടുണ്ടാകുന്ന റെസ്പോൺസ് ആ ചോദകമല്ല, അതിന് പകരം മറ്റൊരു ചോദകം അവതരിപ്പിക്കുമ്പോഴും അതേപോലെ തന്നെ ഒരു റെസ്പോൺസ് ഉണ്ടാക്കാനുള്ള പ്രവണതയുണ്ട്. ആ പ്രവണതക്കാണെന്ന് പറയുന്നത് ചോദക സാമാന്യവൽക്കരണം അല്ലെങ്കിൽ സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേട്ടറ്റ് പരീക്ഷ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് 4ാം ക്ലാസ്സിലുള്ള അധ്യാപകനോട് കുട്ടികൾക്ക് ഒരു ഭയമാണ്. ഓക്കെ, 4ാം ക്ലാസ്സിലുള്ള അധ്യാപകനോട് കുട്ടികൾ തോന്നിയ ഭയം 6ാം ക്ലാസ്സിലും അതേപോലത്തെ അധ്യാപകൻ വന്നപ്പോൾ, പണ്ട് 4ാം ക്ലാസ്സിലുള്ള അധ്യാപകനോട് തോന്നിയ ഭയം 6ാം ക്ലാസ്സിൽ മറ്റൊരു അധ്യാപകൻ വന്നപ്പോൾ ആ അദ്ദേഹത്തിനോടും തോന്നുന്നു. അതായത് ഒരു ചോദകത്തിനോടുള്ള 4ാം ക്ലാസ്സിലുള്ള അധ്യാപകനോടുള്ള ഭയമാണ് ഏത്,
ആ ഒരു ചോദകത്തിനോടുള്ള റെസ്പോൺസ് ആണ് ഭയം. എന്നാൽ 6ാം ക്ലാസ്സിലെ അധ്യാപകരോട് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ കുട്ടികൾ അതേപോലത്തെ ഒരു അധ്യാപകൻ വന്നപ്പോൾ അന്നുണ്ടായ ഭയം അതേപോലെ കുട്ടികളിൽ വരുന്നു. അപ്പൊ ഒരു ചോദകങ്ങളെ സാമാന്യവൽക്കരിക്കുകയാണ്. ഒരു ചോദകത്തിനോടുണ്ടായ പ്രതികരണം മറ്റൊരു ചോദകം ഉണ്ടാകുമ്പോൾ അതിനോടും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? പ്രതികരിക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? ചോദക സാമാന്യവൽക്കരണം എന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ? ചോദക സാമാന്യവൽക്കരണം ഓക്കെയാണോ? ഒരു ചോദകം അതിനോടുണ്ടാകുന്ന പ്രതികരണം മറ്റൊരു ചോദകം ഉണ്ടാകുമ്പോൾ അതിനോടും അതേ രീതിയിൽ എന്ത് ചെയ്യുന്നു? പ്രതികരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു പ്രതികരണത്തെയാണ് എന്ത് പറയുന്നത്? ചോദക സാമാന്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ 4ാം ക്ലാസ്സിലെ അധ്യാപകരോട് തോന്നിയ ഭയം അതേപോലത്തെ അധ്യാപകൻ 6ാം ക്ലാസ്സിൽ വരുമ്പോൾ അദ്ദേഹത്തിനോടും അനുഭവപ്പെടുന്നത് ഒരേപോലെ തോന്നാണ്. ആ ചോദകത്തിനെ പോലെ തന്നെ മറ്റൊരു ചോദകം തോന്നാണ്. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു തോന്നൽ അല്ല, അത്തരത്തിലുള്ള ഒരു പൊതുവൽക്കരിക്കപ്പെടുന്നതിനെയാണ് എന്ന് പറയുന്നത് ചോദക സാമാന്യവൽക്കരണം എന്ന് പറയുന്നത്. ഇനി ചോദക വിവേചനം എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും. ചോദക വിവേചനം എന്താണ്? ചോദക വിവേചനം എന്ന് പറഞ്ഞാൽ ഇതിന് വിപരീതമാണ്. ഒരു ചോദകത്തിനോടുണ്ടായ പ്രതികരണം അതേപോലെ മറ്റൊരു ചോദകം ഉണ്ടാകുമ്പോൾ അതിനോട് കാണിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ, ഓക്കെ, അതാണ് നേരത്തെ പറഞ്ഞ ഒരു വിപരീത രീതിയിലാണ് പറയുന്നത്. ഓക്കെ. ഒരു ചോദകം അതിനോടുണ്ടായ പ്രതികരണം മറ്റൊരു ചോദകം ഉണ്ടാകുമ്പോൾ അതിനോട് കാണിക്കുന്നില്ല എന്ന രീതിയിൽ പറഞ്ഞാൽ അതെന്താണ്? ചോദക വിവേചനമാണ്. അതെങ്ങനെ പറഞ്ഞത് ചോദിച്ചത് എന്ന് വെച്ചാൽ, വെളുത്ത നായയുടെ കടിയേറ്റ കുട്ടി, ഓക്കെ, വെളുത്ത നായയുടെ കടിയേറ്റ കുട്ടി എന്ത് ചെയ്യുന്നു? കറുത്ത നായ കാണുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? ഭയപ്പെടുന്നില്ല. അപ്പൊ വിവേചിച്ചറിയുന്നുണ്ട് താൻ ഭയപ്പെടേണ്ടത് വെളുത്ത നായയാണ്, കറുത്ത നായ എന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ട. ഈ രീതിയിൽ വിവേചിച്ച് ഒരു ചോദകത്തിനോടുള്ള പ്രതികരണം മറ്റൊരു ചോദകത്തിനോട് കാണിക്കുന്നില്ല, കുട്ടിയിൽ അനുഭവപ്പെടുന്നില്ല എന്ന രീതിയിൽ പറഞ്ഞാൽ അത് ചോദക വിവേചനമാണ്. മാറ്റം മനസ്സിലായോ? ചോദക വിവേചനം എന്ന് പറഞ്ഞാൽ ഒരു ചോദകത്തിനോടുള്ള പ്രതികരണം മറ്റൊരു ചോദകം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നില്ല, കാണിക്കുന്നില്ല എന്ന രീതിയിൽ പറഞ്ഞാൽ അത് ചോദക വിവേചനവും. എന്നാൽ ഒരു ചോദകത്തിനോടുള്ള പ്രതികരണം മറ്റൊരു ചോദകം വരുമ്പോൾ അതിനോടും അതേപോലത്തെ ഒരു പ്രതികരണം, റെസ്പോൺസ് ഉണ്ടാകുന്നു എന്ന രീതിയിൽ പറഞ്ഞാൽ അത് എന്തുമാണ്? ചോദക സാമാന്യവൽക്കരണവുമാണ്. ഓക്കെ ആണോ? ഇപ്പൊ രണ്ട് വിപരീത രീതിയിലാണ്. ഓക്കെ. അപ്പൊ വെളുത്ത നായയുടെ കടിയേറ്റ കുട്ടി കറുത്ത നായയെ കണ്ടാൽ ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഏതായിരിക്കും? ചോദക വിവേചനം. അധ്യാപകന്റെ അടി കിട്ടിയ അല്ലെങ്കിൽ അധ്യാപകനിൽ നിന്നും തല്ല് കിട്ടിയ കുട്ടി അതേപോലത്തെ മറ്റൊരു അധ്യാപകനോടും ആ അധ്യാപകനോട് തോന്നിയ ഒരു ഭയം കുട്ടിയിൽ അനുഭവപ്പെടുന്നു. അതേതായിരിക്കും? ചോദക സാമാന്യവൽക്കരണമായിരിക്കും. ഇനി കുട്ടികളിൽ ഉണ്ടാവുന്ന അനാവശ്യ ഭയം അല്ലെങ്കിൽ ഭീതി ഇതില്ലാതാക്കാൻ പാവ്ലോവിന്റെ ഏത് ആശയം ഉപയോഗപ്പെടുത്താം? വിലോപം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് സാധാരണ ഈ ഒരു ടോപ്പിക്കിന്റെ കേട്ടറ്റ് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാറുള്ളത്? ചോദ്യങ്ങളായിട്ട് വരാറുള്ളത്. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വ്യവഹാരവാദ പഠന സിദ്ധാന്തത്തെ കുറിച്ചുള്ള വ്യവഹാരവാദത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വ്യവഹാരവാദം ഇപ്പൊ മനസ്സിലായി എന്താണ് ചോദകം, എന്താണ് പ്രതികരണം എന്നുള്ളത്. ചോദകത്തിനോടുണ്ടാകുന്ന ഒരു ചോദകം ഉണ്ടാകുമ്പോൾ അതിനോടുണ്ടാകുന്ന പ്രതികരണത്തെയാണെന്ന് പറയുന്നത് അത് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചോദക പ്രതികരണ ബന്ധത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മുന്നോട്ട് വെക്കുന്ന പഠന സിദ്ധാന്തമാണ് ഏത്? വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം എന്ന് പറയുന്നത്. ഓക്കെ. വ്യവഹാരവാദം എന്ന് പറയുന്നത് വാട്സൺ, പാവ്ലോവ്, തൊണ്ടേക്ക്, സ്കിന്നർ ഈ 4 പേര് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ബാക്കിയുള്ളവർ പഠിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. വാട്സൺ, പാവ്ലോവ്, തൊണ്ടേക്ക്, സ്കിന്നർ ഇവർ 4 പേരാണ് ഇത് വ്യവഹാരവാദികൾ എന്ന് പറയുന്നത്. പിന്നെ വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് JB വാട്സനെ കുറിച്ചാണ്. വ്യവഹാരവാദ മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് ആര്? JB വാട്സന്. സ്വന്തം മകനായ ആൽബർട്ടിൽ പരീക്ഷണം നടത്തി. അദ്ദേഹത്തിന്റെ തള്ളലാണ് ഇത്. അദ്ദേഹം പറഞ്ഞൊരു വാക്യമാണ്, എനിക്ക് ആരോഗ്യമുള്ള 1 ഡസൻ കുഞ്ഞുങ്ങളെ തന്നാൽ അവരെ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളർത്തിത്തരാം എന്ന് പറഞ്ഞതാരാണ്?
JB വാട്സൺ ആണ്. പിന്നെ ഇവാൻ പെട്രോവിച്ച് പാവ്ലോവിനെ കുറിച്ച് പറഞ്ഞു. പാവ്ലോവിന്റെ ആശയങ്ങൾ പൗരാണികാനുബന്ധനം, അതായത് സൈക്കോളജിയിൽ ആദ്യമായിട്ട് ഒരു അനുബന്ധന സിദ്ധാന്തം, അനുബന്ധന സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് പാവ്ലോവാണ്. അതുകൊണ്ട് തന്നെ പാവ്ലോവിന്റെ ആശയങ്ങൾ എന്താ അറിയപ്പെടുന്നത്? പൗരാണിക അനുബന്ധനം, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹം നായിൽ എന്ത് ചെയ്തു? പരീക്ഷണം നടത്തിയ ശേഷം വരുന്ന മണിശബ്ദം കണ്ടീഷണഡ് സ്റ്റിമുലസും അതിനോടുണ്ടാകുന്ന ഉമിനീർ സ്രവം എന്ന് പറയുന്നത് എന്താണ്? അത് കണ്ടീഷണഡ് റെസ്പോൺസുമാണ്. ഓക്കെ ആണല്ലോ. പിന്നെ പാവ്ലോവിന്റെ ആശയങ്ങൾ അടിസ്ഥാനമാക്കി കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ പാവ്ലോവിന്റെ ഈ പരീക്ഷണത്തെ അടിസ്ഥാനമാക്കി കൊണ്ടുവരുന്ന ആശയങ്ങൾ, ഒന്ന് വിലോപം. വിലോപം എന്ന് പറഞ്ഞാൽ ഒരു ചോദകത്തിനോടുണ്ടാകുന്ന പ്രതികരണം ചോദകം ഒഴിവാക്കിക്കൊണ്ട് ചോദകം ഇല്ലാതാക്കി ആ പ്രതികരണം എന്ത് ചെയ്യാൻ പറ്റും? ഇല്ലാതാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏത്? വിലോപം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുനഃപ്രാപ്തി എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? അങ്ങനെ ഇല്ലാതാക്കിയ, അങ്ങനെ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള പ്രതികരണം, റെസ്പോൺസ് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും കൊണ്ടുവരാം. ആ ചോദകം തിരിച്ചു വരുന്നത് വഴി വീണ്ടും ആ ഒരു റെസ്പോൺസ്, പ്രതികരണം എന്ത് ചെയ്യും? തിരിച്ചു വരും എന്നുള്ളതാണ് ഏത്? പുനഃപ്രാപ്തി എന്ന് പറയുന്നത്. പിന്നെ ചോദക സാമാന്യവൽക്കരണം പറഞ്ഞു. ചോദക സാമാന്യവൽക്കരണം എന്താണ്? ഒരു ചോദകത്തിനോടുണ്ടാകുന്ന പ്രതികരണം അതുപോലെ സാമ്യമുള്ള മറ്റൊരു ചോദകം ഉണ്ടാകുമ്പോൾ അതിനോട് കാണിക്കുന്നതാണ് ഏത്? ചോദക സാമാന്യവൽക്കരണം എന്ന് പറയുന്നത്. ചോദക വിവേചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചോദകത്തിനോടുണ്ടാകുന്ന പ്രതികരണം അതുപോലത്തെ മറ്റൊരു ചോദകം വരുമ്പോൾ അതിനോട് കാണിക്കുന്നില്ല, ഉണ്ടാക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അതെന്തുമാണ്? ചോദക വിവേചനവുമാണ്. ഓക്കെ ആണല്ലോ. ഇത്രയുമാണ് എന്ത് വരുന്നത്? പാവ്ലോവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി നമുക്ക് ആരൊക്കെ വരുന്നുണ്ട്? തൊണ്ടേക്കും വരുന്നുണ്ട്, സ്കിന്നറും വരുന്നുണ്ട്. വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട് തൊണ്ടേക്കിന്റെ ആശയങ്ങളുണ്ട്, സ്കിന്നറിന്റെ ആശയങ്ങളുണ്ട്. അതിപ്പോൾ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് പറയാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? അതെ. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാം? ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലായിട്ട് ചർച്ച ചെയ്യാം. തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം.